നമസ്കാരം ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഏത് കമ്പനിയാണ് അടുത്ത മൾട്ടി ബാഗർ ആകാൻ പോകുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? ബിസിനസ് ലോകത്ത് ഇതിനെ സ്റ്റാർ എന്നാണ് വിളിക്കുക. വലിയ വളർച്ചയുള്ള ഒരു മാർക്കറ്റിൽ ഒന്നാമനായി നിൽക്കുന്ന കമ്പനികളാണിവ. നിലവിൽ ലാഭം കുറവാണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സമ്പത്ത് ഉണ്ടാക്കി തരുന്ന ഈ സ്റ്റാർ കമ്പനികളെ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ബ്രൂസ് ഹെൻഡേഴ്സൺ 1970കളിൽ അവതരിപ്പിച്ച BCG മെട്രിക്സിലെ സ്റ്റാർ എന്ന ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു സ്റ്റാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്നും ഇന്ന് മനസ്സിലാക്കാം. റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ആണ് ആദ്യത്തെ സവിശേഷത. കമ്പനിയുടെ വിപണി വിഹിതത്തെ ഏറ്റവും വലിയ എതിരാളിയുടെ വിഹിതവുമായി താരതമ്യം ചെയ്യുന്നു. ഇത് ഒന്നിൽ കൂടുതലാണെങ്കിൽ ആ കമ്പനി വിപണിയിലെ നേതാവ് തന്നെയാണ്. വിപണി പ്രതിവർഷം 10 മുതൽ 15% കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഹൈ ഗ്രോത്ത് ആയി കണക്കാക്കാം. പണമൊഴുക്കും ശ്രദ്ധിക്കണം. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്ന ഭൂരിഭാഗം സ്റ്റാറുകളും വലിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ, അതായത് കൈവശം വരുന്ന ലാഭം പലപ്പോഴും 0-നോടടുത്തായിരിക്കുമെന്നാണ്. ഇതിന് കാരണം ഒന്ന് സ്കെയിലിംഗ് കോസ്റ്റ് തന്നെയാണ്. വിപണി വളരുന്നതിനനുസരിച്ച് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ വലിയ തുക വേണം. മാർക്കറ്റിംഗ് വാർഫെയർ ആണ് അടുത്തത്. എതിരാളികൾ വിപണി വിഹിതം പിടിച്ചെടുക്കാതിരിക്കാൻ നിരന്തരമായ പരസ്യങ്ങളും ഓഫറുകളും നൽകേണ്ടി വരുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റും ആവശ്യമാണ്. സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിപണിയിൽ, ഉദാഹരണത്തിന് AI അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഒന്നാമനായി തുടരാൻ ഗവേഷണത്തിന് വലിയ തുക ചിലവാക്കേണ്ടി വരും. സ്റ്റാർ ഉൽപ്പന്നങ്ങൾക്ക് ബിസിനസ്സിൽ വലിയൊരു മുൻതൂക്കമുണ്ട്. ബിസിനസ് പഠനങ്ങൾ പ്രകാരം ഒരു ഉൽപ്പന്നം കൂടുതൽ നിർമ്മിക്കുമ്പോൾ അതിന്റെ നിർമ്മാണ ചെലവ് കുറയുന്നു. ഇതിനെ എക്സ്പീരിയൻസ് കർവ് എന്ന് വിളിക്കുന്നു. ഒരു സ്റ്റാർ എന്ന നിലയിൽ കമ്പനി കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അവരുടെ യൂണിറ്റ് കോസ്റ്റ് കുറയുന്നു. ഇത് ഭാവിയിൽ ആ ഉൽപ്പന്നം ക്യാഷ് കൗ ആയി മാറുമ്പോൾ ഉയർന്ന ലാഭവിഹിതം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. എന്നാൽ എല്ലാ സ്റ്റാറുകളും വിജയകരമാകണമെന്നില്ല. ആഴത്തിലുള്ള വിശകലനത്തിൽ ചില അപകട സാധ്യതകളും ഉണ്ടാകാം. വിപണി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പക്വത പ്രാപിച്ചാൽ അല്ലെങ്കിൽ മെച്യൂരിറ്റിയിൽ എത്തിയാൽ കമ്പനിക്ക് നിക്ഷേപിച്ച പണം തിരിച്ചുപിടിക്കാൻ കഴിയാതെ വന്നേക്കാം. പുതിയൊരു സാങ്കേതിക വിദ്യ വന്നാൽ നിങ്ങളുടെ സ്റ്റാർ ഉൽപ്പന്നം പെട്ടെന്നൊരു ഡോഗ് അഥവാ ലാഭമില്ലാത്ത ഉൽപ്പന്നമായി മാറിയേക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ക്യാമറകൾ വന്നപ്പോൾ കോഡാക്കിന്റെ ഫിലിം ബിസിനസ് തകർന്നത് പറയാവുന്നതാണ്. വിപണി അതിവേഗം വളരുന്നതുകൊണ്ട് പുതിയ കമ്പനികൾ ഈ രംഗത്തേക്ക് വരാൻ എപ്പോഴും ശ്രമിക്കും. ഒരു പുതിയ എതിരാളി വന്ന നിങ്ങളുടെ വിപണി വിഹിതം തട്ടിയെടുത്താൽ ആ സ്റ്റാർ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ കൊമേഴ്സ് വിപണിയിൽ സ്നാപ്ഡീൽ ഒരു കാലത്ത് സ്റ്റാർ ആയിരുന്നു. എന്നാൽ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും വരവോടെ അവർക്ക് വിപണി നഷ്ടമായി. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറുകൾക്ക് നിലനിൽക്കാൻ വലിയ തുക ആവശ്യമാണ്. ഒരു കമ്പനിക്ക് തുടർച്ചയായി ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ കടബാധ്യത കൂടുകയോ ചെയ്താൽ ആ സ്റ്റാർ ബിസിനസ് തകർന്നേക്കാം. ബൈജൂസ് ഒരു കാലത്ത് എഡ്ടെക് വിപണിയിലെ സ്റ്റാർ ആയിരുന്നു. എന്നാൽ അമിതമായ ചിലവും സാമ്പത്തിക പ്രതിസന്ധിയും അവരെ വലിയ തകർച്ചയിലേക്ക് എത്തിച്ചു. നിക്ഷേപം ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണ്? വിപണി വളരുമ്പോഴും കമ്പനിയുടെ വിപണി വിഹിതം കുറയുന്നുണ്ടോ എന്ന് നോക്കുക. വർഷങ്ങളായിട്ടും കമ്പനി ലാഭത്തിലേക്ക് എത്തുന്നതിന് ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലേ എന്ന് നോക്കുക. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനി മടിക്കുന്നുണ്ടോ എന്നും നോക്കുക. ഇക്കാര്യങ്ങൾ വിലയിരുത്തി സ്റ്റാർ കമ്പനികളുടെ സാധ്യത വിലയിരുത്താവുന്നതാണ്. ഒരു സ്റ്റാർ എന്നാൽ ഭാവിയിലെ വിജയി എന്നാണ് അർത്ഥം. എന്നാൽ വിപണിയിലെ 1-ാം സ്ഥാനം നിലനിർത്താൻ ഈ ഉൽപ്പന്നങ്ങൾക്കായി കമ്പനി വലിയ തുക നിക്ഷേപിക്കേണ്ടി വരും. സ്റ്റാറിന്റെ പ്രത്യേകതകൾ നോക്കാം. ഇത്തരം കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. വിപണി വേഗത്തിൽ വളരുന്നത് കൊണ്ട് 1-ാം സ്ഥാനം നിലനിർത്താൻ പരസ്യങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യകൾക്കും വേണ്ടി വലിയ തുക ചെലവാക്കേണ്ടി വരും. വരുമാനം കൂടുതലാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ പണം കമ്പനിയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വളർച്ചയ്ക്കായി ആ പണം വീണ്ടും നിക്ഷേപിക്കേണ്ടി വരുന്നു. കാലക്രമേണ വിപണിയുടെ വളർച്ച കുറയുമ്പോൾ ഈ സ്റ്റാർ ഒരു ക്യാഷ് കൗ ആയി മാറും. അതായത് പിന്നീട് വലിയ നിക്ഷേപമില്ലാതെ തന്നെ കമ്പനിക്ക് വൻ ലാഭം നൽകുന്ന ഒന്നായി ഇത് മാറും. ഇന്ത്യൻ വിപണിയിലെ വമ്പൻ കമ്പനികളെ BCG മെട്രിക്സ് പ്രകാരം വിശകലനം ചെയ്താൽ ഏതൊക്കെയാണ് യഥാർത്ഥ സ്റ്റാറുകൾ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. 2026 വിപണി സാഹചര്യം കണക്കിലെടുത്ത് 3 പ്രധാന ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ ഡിവിഷനാണ് ആദ്യത്തേത്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്തെ ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. കാരണം ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണി ഏകദേശം 40 മുതൽ 50% വളർച്ചയിലാണ്. അതായത് ഹൈ ഗ്രോത്ത് ആണ് ഇവിടെ. ഈ വിപണിയിൽ 40 മുതൽ 44% വരെ വിപണി വിഹിതം ടാറ്റയ്ക്കുണ്ട്. നെക്സൺ EV, പഞ്ച് EV, ഹാരിയർ EV എന്നിങ്ങനെ പുതിയ മോഡലുകൾ ഇറക്കാനും ബാറ്ററി പ്ലാന്റുകൾ സ്ഥാപിക്കാനും ടാറ്റ വലിയ തുക ഇപ്പോഴും ചിലവാക്കുന്നു. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ കുറയുന്നതോടെ ഈ സ്റ്റാർ ടാറ്റയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി മാറും. റിലയൻസ് ജിയോ ആണ് അടുത്തത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പോർട്ട്ഫോളിയോയിലെ തിളങ്ങുന്ന താരമാണ് ജിയോ. 5G വിപ്ലവവും ഡിജിറ്റൽ സേവനവും ഇന്ത്യയിൽ അതിവേഗം പടരുകയാണ്. ടെലികോം രംഗത്ത് ഏറ്റവും കൂടുതൽ വരിക്കാരുള്ളതും ഏകദേശം 45 കോടിക്ക് മുകളിൽ ജിയോയ്ക്കാണ്.
5G നെറ്റ്വർക്ക് വ്യാപിപ്പിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് സേവനങ്ങൾ എന്നിവയ്ക്കുമായി റിലയൻസ് കോടിക്കണക്കിന് രൂപയാണ് വീണ്ടും നിക്ഷേപിക്കുന്നത്. വിപണി സ്ഥിരത കൈവരിക്കുമ്പോൾ നിക്ഷേപം കുറയ്ക്കുകയും വലിയ ലാഭം കമ്പനിക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ക്യാഷ് കോ ആയി ജിയോ മാറും. സൊമാറ്റോ ആണ് അടുത്തത്. സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ് ഇതിനുദാഹരണമാണ്. സൊമാറ്റോയുടെ കീഴിലുള്ള ബ്ലിങ്കിറ്റ് ഇപ്പോൾ ഒരു സ്റ്റാർ ആയിട്ടാണ് വിശകലനം ചെയ്യേണ്ടത്. 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ക്വിക്ക് കൊമേഴ്സ് വിപണി ഇന്ത്യയിൽ വർഷം തോറും 100%-ലധികം വളർച്ചയിലാണ്. ഈ വിപണിയിൽ 40 മുതൽ 45% വിഹിതം ബ്ലിങ്കിറ്റിനുണ്ട്. ലാഭത്തെക്കാൾ ഉപരിയായി കൂടുതൽ ഡാർക്ക് സ്റ്റോറുകൾ തുടങ്ങാനും വേഗത വർദ്ധിപ്പിക്കാനും സൊമാറ്റോ ഈ ബിസിനസ് വലിയ തോതിൽ പണം മുടക്കുന്നു. വരും വർഷങ്ങളിൽ ഓൺലൈൻ ഷോപ്പിംഗ് രീതി പൂർണ്ണമായും മാറുമ്പോൾ സൊമാറ്റോയ്ക്ക് ഇത് വലിയ ലാഭം നൽകും. ഒരു നല്ല സ്റ്റാർ കമ്പനി എന്നാൽ വിപണിയിലെ 1-ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സാവധാനം ഒരു ക്യാഷ് കൗ ആയി മാറുന്ന കമ്പനിയാണ്. ആപ്പിളിന് ഐഫോൺ പോലെയും ഇന്ത്യയിൽ മാരുതിക്ക് അവരുടെ കാറുകൾ പോലെയുമാണിത്. ഒരു സ്റ്റാർ കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ കമ്പനി എത്ര പണം ചിലവാക്കുന്നു എന്നതിനേക്കാൾ അവർ വിപണിയിലെ 1-ാം സ്ഥാനം നിലനിർത്തുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഇന്നത്തെ ശരിയായ നിക്ഷേപം നാളത്തെ വലിയ സമ്പത്തായി മാറും.